നിലമ്പൂർ DF ഓഫീസ് ആക്രമിച്ചത് PV അൻവറിന്റെ സാന്നിധ്യത്തിലും പ്രേരണയിലുമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. 35,000 രൂപയുടെ നാശനഷ്ടമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യനിർവ്വഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കലടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. അൻവറിന്റെ ജാമ്യാപേക്ഷ നിലമ്പൂർ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് അസ്ലം വിശദാംശം നൽകും. അസ്ലം, ഇപ്പോൾ ജാമ്യാപേക്ഷ നിലമ്പൂർ കോടതിയാണ് പരിഗണിക്കുന്നത്. എത്ര കണ്ട് പ്രതീക്ഷ അൻവറിനുണ്ട്? ഈ FIR ഉള്ളടക്കം എന്താണ്? FIR ഉള്ളടക്കം ഇന്നലെ തന്നെ വന്നിട്ടുള്ളതാണ്. അൻവറും അതോടൊപ്പം തന്നെ കൂടെയുള്ള റിമാൻഡ് റിപ്പോർട്ട് അടിച്ചു തകർത്തു എന്നുള്ളതാണ് പോലീസുകാരെ ഉള്ളതാണ്. റിമാൻഡ് റിപ്പോർട്ടിലും അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നു. 35,000 രൂപയുടെ നാശനഷ്ടങ്ങൾ DFO ഓഫീസിന് വരുത്തി എന്നുള്ളതാണ് പബ്ലിക് PPP പിന്നെ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ആക്ടിന് ചുമത്തുന്നത് ന്യായമായി പറഞ്ഞിരിക്കുന്നത്. ഫാന്, പിന്നെ ക്ലോക്ക് ഉൾപ്പെടെയുള്ള അവിടുത്തെ വിവിധ ഉപകരണങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് PV അൻവറിന്റെ സാന്നിധ്യത്തിലും അതോടൊപ്പം തന്നെ PV അൻവറിന്റെ പ്രേരണയിലുമാണ് 2 മുതൽ 5 വരെയുള്ള പ്രതികൾ അതിനകത്ത് കയറി ഇത്രയും നാശനഷ്ടം വരുത്തി വെച്ചിട്ടുള്ളതാണ് ഒന്നാമതായി പറയുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് PV അൻവറിനും അതോടൊപ്പം തന്നെ ഈ നോർത്ത് DFO ഓഫീസാണ് ഇവർ അടിച്ചു തകർത്തത്. സൗത്ത് DFO ഓഫീസിന് കീഴിലുള്ള ആണ് ശരിക്കും ഈ ആദിവാസി മരണപ്പെട്ട സംഭവം ഉണ്ടായത്. അതൊന്നും പരിഗണിക്കാതെ പൂട്ടിക്കിടന്ന ഓഫീസ് അടിച്ചു തകർക്കുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഇന്റൻഷനോടെ അവർ ചെയ്തതാണെന്നുള്ള വാദം മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് PV അൻവറിനെതിരെ മറ്റ് കേസുകളുണ്ട്. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് കേസ് ഉൾപ്പെടെ മറ്റ് കേസുകളുണ്ട്. മറ്റ് പ്രതികൾക്കും പല കേസുകളുണ്ട്. വ്യത്യസ്ത കേസുകളിൽ പ്രതികളായ ആൾക്കാരെന്ന നിലയിൽ അവർക്ക് ജാമ്യം നൽകരുത് എന്ന ആവശ്യമാണ്, അദ്ദേഹത്തിന് ജാമ്യം നൽകരുതെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം പ്രതിഭാഗ വക്കീൽ, അതായത് PV അൻവറിന്റെ അഭിഭാഷകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ PDPP ആക്ട് പൊതുമുതൽ നശിപ്പിക്കൽ ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ 7 വർഷം താഴെ ശിക്ഷയുള്ള കുറ്റങ്ങളാണ്. അത്തരം 7 വർഷം താഴെ കുറ്റമുള്ള കേസുകളിൽ അറസ്റ്റ് തന്നെ ആവശ്യമില്ല, പിന്നെ നിർബന്ധമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല MLA പോലുള്ള ഒരു പൊതുവ്യക്തിത്വ നിലയിൽ നോട്ടീസ് നൽകിയാൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ സാധ്യതയുള്ള ഒരാളെ ഇങ്ങനെ ഇത്ര വേഗത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലീസിന് തെറ്റായ നടപടിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണം. ഏത് സമയത്തും അന്വേഷണവുമായി സഹകരിക്കുന്ന ആളാണ് പൊതുവ്യക്തിത്വമായ MLA ആയ PV അൻവർ എന്ന വാദമായിരിക്കും ഉന്നയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ സമയത്ത് ഈ അക്രമം നടക്കുന്ന സമയത്ത് PV അൻവർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാധ്യമ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അത്തരം കാര്യങ്ങൾ കൂടി കോടതിയിൽ അവതരിപ്പിക്കും. എന്തായാലും പോലീസ് റിപ്പോർട്ടിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പോലീസ് റിപ്പോർട്ട് കോടതിയിൽ എത്തിയിട്ടുള്ള സൂചനകളുണ്ട്. കോടതി അല്പസമയത്തിനകം തന്നെ കോടതി വീണ്ടും ഭക്ഷണ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങും. ഒരുപക്ഷെ ആദ്യത്തിൽ തന്നെ പിന്നെ PV അൻവറിന്റെ ജാമ്യ ഹർജിയിലെ വാദം കേൾക്കാൻ സാധ്യതയുണ്ട്. വാദം കേട്ടതിന് ശേഷം ഒരുപക്ഷെ ഇന്ന് തന്നെ വേണമെങ്കിൽ വിധി പറയാം, അല്ലെങ്കിൽ വിധി പറയാൻ നാളത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യാം. എന്തായാലും നിലമ്പൂരിലെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ PV അൻവറിന്റെ ജാമ്യാപേക്ഷ വാദം കേൾക്കൽ വൈകാതെ തുടങ്ങും. എന്തായാലും ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് PV അൻവറും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുഴപ്പമുള്ള DMK പ്രവർത്തകരാണെങ്കിലും അഭിഭാഷകരാണെങ്കിലും എല്ലാവരും ഉള്ളത്. ജാമ്യം ഇന്ന് കിട്ടിയാലും പിന്നെ ഇല്ലെങ്കിലും എന്തൊക്കെയായിരിക്കും അനന്തര നടപടികളും ഒപ്പം നീക്കങ്ങളും? അസ്ലം, ജാമ്യം ഇന്ന് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും PV അൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ തെറ്റായ നടപടിക്കെതിരായ അതിശക്തമായ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപക്ഷെ ജനകീയ പ്രക്ഷോഭങ്ങളുമായി ഈ വിഷയത്തിൽ അദ്ദേഹം സജീവമായി മുന്നോട്ട് പോകും. ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ DMK വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നിലവില്ല. കാരണം നേരത്തെ തന്നെ ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നിലമ്പൂരിൽ വലിയൊരു പ്രതിഷേധ പ്രകടനം നടത്താൻ അവർ തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും പിന്നെ അത്തരമുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഒരുപക്ഷെ ആരെങ്കിലും നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും ഈ കേസിനെ ബാധിക്കുകയും ഈ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കോസിനെ, ഒരു പിന്നെ ജീവികളുടെ ആക്രമണം കാരണം മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു കാരണത്തെ ഒരു സംഭവത്തിനെ അതിന്റെ മാറ്റി മാത്രമല്ല PV അൻവറിന്റെ കേസിനെയും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആർത്തിൽ ഇപ്പോൾ അവർ പിന്നെ പ്ലാൻ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ജാമ്യം കിട്ടാത്തൊരു സാഹചര്യം നീണ്ടുപോവുകയാണെങ്കിൽ ഏതെങ്കിലും അത്ര സമാധാനപരമായ പ്രതിഷേധങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും PV അൻവറിന്റെ ജാമ്യം കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് നിർണായകമായ ഘടകം. ജാമ്യം കിട്ടുന്നത് മുറയ്ക്കായിരിക്കും ഒരുപക്ഷെ കൂടുതൽ സർക്കാരിന്റെ ആക്രമണങ്ങളിലേക്ക് അവർ പോവുക. വലിയ പോസിറ്റീവായ ഘടകമായി അവർ കാണുന്നത് പൊതുവെ UDFന്റെ മുഴുവൻ ഘടകങ്ങൾ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ PV അൻവറിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല UDFിലേക്കുള്ള വഴികൾ തുറന്നു എന്നുള്ള സൂചനകളും നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ കുറച്ച് നാളായി LDF വന്നതിന് ശേഷം കുറെ നാളായി അദ്ദേഹത്തിന് വലിയ തോതിൽ ആ
ഒരു ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കിട്ടാത്ത ഒരു അവസ്ഥയിൽ നിന്ന് മാറി കുറെ കൂടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ശ്രദ്ധ PV അൻവറിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇന്നലത്തെ അറസ്റ്റും തുടർന്നുള്ള നടപടികളും കാരണമായി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും PV അൻവറിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിലമ്പൂരിലെ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷയിൽ മേലുള്ള വാദം തുടങ്ങും.